ഹായ് ഹലോ, നമ്മളിന്ന് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരെ ഡോഗ് ഷോ നടക്കണതാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡോഗ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഡോഗ്സിനെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഷോയിലുള്ള റിങ്സും അതോടെ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, നമ്മളെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പോവാ. ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് കോയമ്പത്തൂർ ഡോഗ് ഷോൻ്റെ ഭാഗങ്ങളാണ്. കോവൈ മാഞ്ചസ്റ്റർ കെന്നൽ ക്ലബ് 3ഉം 4ഉം നാലാമത്തെ ഓൾ ബ്രീഡ് ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 250 പരം ഡോഗുകൾ പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നു കോയമ്പത്തൂർ വെച്ച് നടന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ചെക്കപ്പ് കാര്യങ്ങളുണ്ട്, ഡോക്ടേഴ്സ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ചെക്കപ്പ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഓരോ ഡോഗ്സിനും എൻട്രി കാര്യങ്ങൾ കൊടുക്കുള്ളൂ. എൻട്രി ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ചെക്കപ്പും കൂടി നോക്കും. അവർ വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന നോക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ റിങ്സിലേക്ക് അവരെ വിടുക, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള, ഇപ്പോൾ ഷോക്ക് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളാണിത്. ഇപ്പോൾ നിങ്ങൾ ഈ ജർമ്മൻ ഷെപ്പേർഡിനെ കണ്ടില്ലേ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഭയങ്കര ഹ്യൂജ് ഡോഗാണ്, നല്ല അടിപൊളി, നല്ല ഭംഗിയായിരുന്നു. നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡോഗായിരുന്നു. അപ്പോൾ എല്ലാ ഡോഗ്സും നല്ല ഭംഗിയാണ് കേട്ടോ, അതല്ല. ഞാനപ്പോൾ പ്രത്യേകിച്ച് ഇതിനെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡോഗായിരുന്നു ആ ഷോയിൽ. അപ്പോൾ പെർഫോമൻസ് ഉള്ള ഇഷ്ടം പോലെ ഡോഗ്സ് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ റോഡ് വീലറിൽ തന്നെ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്ത ഡോഗ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 250 മേലെ 300-അടുത്ത് എൻട്രീസ് കാര്യങ്ങളുണ്ട് ഈ ഷോയിൽ. അപ്പോൾ ഓരോരുത്തരും ഗ്രൂമിങ് കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഗ്രൂം ചെയ്യേണ്ട ഡോഗ്സാണ്. അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ ഷോക്ക് മുമ്പ് ഗ്രൂം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടീത്ത് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ടീത്തിലഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കോമ്പക്ട് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വേണം ഇറക്കാൻ. അപ്പോൾ അത് ഓരോ ഡോഗ്സിൻ്റെയും ഷോക്ക് മുമ്പ് എല്ലാവരും ആ ഗ്രൂമിങ് കാര്യങ്ങൾ എല്ലാ ഡോഗ്സിനും ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ആ ഷോയിലോട്ട് കൊണ്ടുവരുള്ളൂ. പക്ഷേ ഒരാൾ കാണുമ്പോൾ അതിനനുസരിച്ച് നല്ലത് പറയണമെങ്കിൽ അതുപോലത്തെ ഗ്രൂമിങ് കാര്യങ്ങളെല്ലാം ആവശ്യമാണ് ഷോക്ക് മുമ്പ്. അപ്പോൾ അതെല്ലാം ചെയ്ത് അവർ നല്ല രീതിയിൽ ജഡ്ജസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന വിധം എല്ലാ ഡോഗിനെയും പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് കാര്യം. ഇതിപ്പോൾ ഒരാൾ വരുന്നുണ്ട് കേട്ടോ നടന്ന്. പുള്ളി ഇത് കാണാൻ വന്നതാണ്, അല്ലാണ്ട് പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള ഏജ് ആയിട്ടില്ല. അപ്പോൾ ചിലവരെന്ന് പറയണത് ഈ ഹോളിൽ വന്നിട്ട് അല്ലെങ്കിൽ റിങ്ങിൽ വന്നിട്ട് തൊട്ട് മുമ്പ് ഒന്ന് റൺ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് ശരിക്കും ആ ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഹിന്ദുസ്ഥാൻ കോളേജിൻ്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഗ്രൗണ്ടായിരുന്നു കോയമ്പത്തൂർ വെച്ചിട്ട്. അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടന്നത്. നമുക്ക് ഫസ്റ്റ് റിങ് കാര്യങ്ങളിലൊക്കെ വന്നിരുന്നത് മൽനോയ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൽനോയ്സിൻ്റെ മത്സരം വരുന്ന ഏറ്റവും ആദ്യം നമ്മൾ കവർ ചെയ്തതും മൽനോയ്സ് തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹ്യൂജായിട്ടുള്ള ഡോഗ്സ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രീഡ് കന്നി, തമിഴ്നാടാണ് ഇവരുടെ സ്വദേശം. അപ്പോൾ അവരുമുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഷോയിൽ പങ്കെടുക്കാൻ. എല്ലാ ഷോയിലും ഉണ്ടാകാറുണ്ട് കേട്ടോ, ഇന്ത്യൻ ബ്രീഡ് കാര്യങ്ങളെല്ലാം എല്ലാ ഷോയിലും ഉണ്ടാകാറുണ്ട്. രാജ്പാളയം, അതുപോലെ തന്നെ കന്നി, അങ്ങനെയുള്ള ഡോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇവരുടെ ഒരു ശരീരപ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ ഇവർ അങ്ങനെ തടി വെക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ല് കാണുന്ന രീതിയിലായിരിക്കും അവരൊരു ശരീരപ്രകൃതി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവർ ഒരു വാച്ച് ഡോഗായിട്ടാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. ഇത് വിപ്പൻ്റെ അധികം വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ വീഡിയോസ് എടുക്കണ കാരണം ഇതിനധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നുള്ളൂ. GST ഫാൻസൊക്കെ ഇവിടെ കമാണ്. അത്യാവശ്യം ഇത് ഡോഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഇപ്പോൾ ഇതിൻ്റെ മത്സരം വരുമ്പോൾ അത്യാവശ്യം ഡോഗ്സ് കൂടുതലുണ്ടാകാറുണ്ട്. GST മിക്കവാറും ഇപ്പോൾ ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ ആ ഭാഗത്തു നിന്നുള്ളവരായിരിക്കും കൂടുതലും GSTയിലോട്ടുള്ള ഒരു ട്രെയിനേഴ്സും കാര്യങ്ങളും. കൂടുതലും ഡോഗ്സ് അവിടെ നിന്ന് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയട്ടോ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ചെയ്യണം അതും കൂടി പറയണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്താൽ മതിയോ എന്നുള്ളതൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വാശിയേറിയ പോരാട്ടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കുറേ ഡോഗ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യാൻ ജഡ്ജസ്
കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് സത്യത്തിൽ. പിന്നെ GSTക്ക് എപ്പോഴും റണ്ണിങ് എന്ന് പറയുന്നത് ഡോഗ് ഫസ്റ്റ് റൺ ചെയ്യും, ട്രെയിനേഴ്സ് ബാക്കിലായിരിക്കും മിക്കവാറും. അങ്ങനെ തന്നെയാണ് GSTയുടെ ഒരു റണ്ണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാക്കിങ്ങും വ്യത്യാസമുണ്ട്. ലെഗ്സ് കാര്യങ്ങൾ ബാക്കിയുള്ള ബ്രീഡ്, ഇപ്പോൾ ഡോർമാൻ റോഡ് വീലറിനെയൊക്കെ അപേക്ഷിച്ചിട്ട് സ്റ്റാക്കിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതും എങ്ങനെ ഇതിൻ്റെ റണ്ണിങ് എടുക്കും. ഇപ്പോൾ ചില സമയത്ത് ഡബിൾ ഹാൻഡ്ലിങ് ഉണ്ടാവും, വോയിസ് അല്ലെങ്കിൽ അവർ വിസലടിച്ച് അങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതുണ്ടാവും. ചില സ്ഥലത്ത് സമ്മതിക്കും, ചില സമയത്ത് ഔട്ടാക്കും, അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇതിൻ്റെ ഒരു മാസ്റ്ററാണ് കേട്ടോ. GST മാത്രം, GSTയുടെ ഒരു കിങ്ങാണ് പുള്ളി ഇന്ത്യയിലെ. അപ്പോൾ പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും പുള്ളിക്ക് പ്രൈസ് കിട്ടാറുണ്ട്. പുള്ളി അതും കൊണ്ടേ പോകാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാസ്റ്ററാണ് പുള്ളിക്കാരൻ. നമ്മളെപ്പോഴും നോട്ട് ചെയ്യാറുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഡോഗ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് പ്രൈസ് അടിക്കാൻ പറ്റുന്ന ഡോഗ്സാണ് കൂടുതലും ഉണ്ടാകാറ് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത്. പുള്ളി മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ പേര് ഇത് മാത്രം ചെയ്യുന്നവരുണ്ട്. മിക്കവാറും ഇതിലുള്ളവർ GST പ്രസൻറ്റ് ചെയ്യണവർ ഇതിൽ മാത്രമായിരിക്കും പ്രസൻറ്റേഷൻ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ മാത്രമായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാ ഡോഗ്സും ഒന്നിനൊന്നിന് മെച്ചമാണ് കേട്ടോ. ഇതിൽ പങ്കെടുത്ത എല്ലാ ഡോഗ്സും ഒന്നിനൊന്നിന് മെച്ചമാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ ബാക്കിലുള്ള ബ്ലാക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ള ഡോഗാണ്. ഈ ബീഗിളിൽ നിങ്ങൾ നോക്കി എന്താ ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഇത്രയും സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അത് നിൽക്കുന്നതും അലക്സ് ബ്രോയാണത് ചെയ്ത് കൊടുക്കണേ. അത് ഹാൻഡ്ലിങ് ചെയ്തത് അലക്സ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡോഗാണ്. നല്ല പൊസിഷൻസ്, നല്ല ബോഡി അനാട്ടമിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡോഗായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത്, ടീത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നു. അതുപോലെ തന്നെ ഇയർ, പിന്നെ ഓരോ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുകയാണ് ജഡ്ജ്. ഇപ്പോൾ അതിപ്പോൾ എല്ലാ ഡോഗിൻ്റെയും നോക്കട്ടോ, എല്ലാ ഡോഗ്സിൻ്റെ അതുപോലത്തെ ബോഡി അനാട്ടമി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും ഡോഗ്സ്. പിന്നെ അതുപോലെ തന്നെ റൺ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റണ്ണിങ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാക്കിങ്ങിൻ്റെ ഇത് നോക്കൂ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ജഡ്ജിന് ലാസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഓരോ ദിവസത്തെ അവരുടെ പെർഫോമൻസ് അനുസരിച്ചും കൂടി ഇരിക്കും. ഡോഗിൻ്റെ ക്വാളിറ്റി എന്തായാലും ഇതിലുണ്ടാവും, പക്ഷേ അന്നത്തെ ഒരു പെർഫോമൻസ് അനുസരിച്ചും കൂടി ഇരിക്കും അന്നത്തെ പ്രൈസ് കാര്യങ്ങൾ കിട്ടുക. നമ്മുടെ നാട്ടിൽ ഒരു ഇടക്ക് തരംഗമായിരുന്ന ഒരു ഡോഗാണത് ഡാൽമേഷ്യൻ. ഇപ്പോൾ പക്ഷേ പൊതുവേ ഇത് കാണാറില്ല. ഇപ്പോൾ നോർമലി വളരെ കുറവാണ് കാണൽ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഷോയിൽ ചെന്നപ്പോൾ അവിടെ 2 ഡോഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ 1-2 ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 1-2 ഡോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ ഡാൽമേഷ്യൻ. അതിൽ കൂടുതൽ ഡോഗ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ബീഗിൾസിനായിട്ട് ഒരു കോമ്പറ്റീഷനാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബീഗിൾ ഇത് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് ഇത് ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആയിരിക്കാണെന്നുള്ളത്. അതിപ്പോൾ ആയിരിക്കാണെന്ന് നിങ്ങൾക്ക് കാണാനും പറ്റും. അത് ഇപ്പോൾ ഡാൽമേഷന് കിട്ടി. സെക്കൻഡായിട്ട് ഡാൽമേഷനും കയറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ വിന്നിങ് ചെയ്ത ഡോഗ് സ്റ്റാർക്ക് ഡൗൺ ബീഗിൾസിൻ്റെ ഡോഗാണ്, എറണാകുളത്തുള്ളതാണ്. ഹാൻഡിൽ ചെയ്തേക്കുന്നത് ദിലീപാണ്. പുള്ളി ബാംഗ്ലൂരുള്ളതാണ്, ഒരു സൂപ്പർ ഹാൻഡ്ലറാണ്. ഈ ഡോഗിൻ്റെ ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് രംഗത്ത് മികച്ച ഒരാളാണ് കൂടിയാണ് പുള്ളി. അടുത്തായിട്ടുള്ളത് ഈ കുഞ്ഞിനെ കണ്ടോ, ജാക്ക് റസൽ ടെറിയർ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഡോഗാണത്, വിഷ്ണു എന്ന പേര്, തൃപ്പൂണിത്തരമുള്ളതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ 2-3 ഡോഗ്സ് ഉണ്ട് പുള്ളിക്ക് തന്നെ. അപ്പോൾ അതിൽ ചാമ്പ്യൻസും ഉണ്ട്, ചാമ്പ്യനാകാൻ നിൽക്കുന്ന ഡോഗ്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സ്, ഈ ജാക്ക് റസലിൻ്റെ ക്വാളിറ്റി ഉള്ള ഡോഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വിഷ്ണു. അപ്പോൾ ഇപ്പോൾ പപ്പീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം അടി കൊടുത്തേക്കാം. അപ്പോൾ ജാക്ക് റസൽ ടെറിയറിൻ്റെ പപ്പീസ് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിഷ്ണുവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ എന്തായാലും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ജാക്ക് റസലിനെ പ്രസൻറ്റ് ചെയ്യുന്നത് നിശാന്താണ്. അപ്പോൾ നിശാന്ത് ഓൾറെഡി ഒരു ട്രെയിനറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഈ രംഗത്ത്, അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഷോ രംഗത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും നിശാന്തിനെ അറിയാം എന്തായാലും. അപ്പോൾ പുള്ളി ട്രെയിനിങ് ഒരു സെൻറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ഡോഗ്സിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിനായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് തരും. ബേസിക് ഒബീഡിയൻസ്, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പോൾ ആ ഫസ്റ്റ് പോകുന്നതാണ് കേട്ടോ ആൾ. അപ്പോൾ ഇതിൽ പ്രൈസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നിശാന്തിന് അല്ലെങ്കിൽ ആ ഡോഗിനും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഡോഗ് എങ്ങനെയാണെന്നുള്ളതും കാര്യങ്ങളെല്ലാം ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ചെറുതാണെങ്കിലും അത്യാവശ്യം നമുക്ക് ഫാമിലി അല്ലെങ്കിൽ അവരുടെ എല്ലാം നല്ല രീതിയിൽ
ഇണങ്ങി വളർത്താൻ പറ്റുന്നൊരു ബ്രീഡാണ്. ഇപ്പോൾ ബീഗളൊക്കെ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ബ്രീഡാണ് ജാക്ക് റസൽ ടെറിയർ. പക്ഷേ ഇപ്പോൾ ആയി വരുന്നുള്ളൂ. ഇവിടെ അധികം എനിക്ക് തോന്നുന്നു അധികം പേരുടെ കയ്യിൽ ഇതില്ല, പക്ഷേ ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. റോട്ട്വീലറിൻ്റെ റിങ്. ഏറ്റവും കൂടുതൽ എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട്വീലറിൻ്റെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ കണ്ടു വന്നേക്കുന്നതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. റോട്ട്വീലറിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു റിങ്ങാണ്. ഇപ്പോൾ എല്ലാ ഇതിലും ഷോയിൽ ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ നോക്കും, പക്ഷേ റോട്ട്വീലറിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു എനർജി കാര്യങ്ങളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാൻ നല്ല പാടാണ്. ഇപ്പോൾ ട്രെയിനേഴ്സിനൊക്കെ ആയാലും ഇപ്പോൾ ഡോഗ് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു ബ്രീഡിനെ അപേക്ഷിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോബാണ്. കാരണം വെച്ചാൽ ബോഡി വെയ്റ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് അതിനെ ആ രീതിയിൽ റൺ ചെയ്യാനും അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനും എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് സത്യത്തിൽ. നല്ല എനർജി കാര്യങ്ങൾ വേണം, ഇല്ലെങ്കിൽ പണിയാണ്. ഇപ്പോൾ ഈ സച്ചിൻ ബ്രോനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഓൾറെഡി വീഡിയോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ടവൻ, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രിയപ്പെട്ടവനാണ് സച്ചിൻ ബ്രോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ഹാൻഡ്ലേഴ്സും അതുപോലെ തന്നെ ഉണ്ടോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്ലേഴ്സാണ് ഇപ്പോൾ ഇതിൽ ഡോഗിനായിട്ട് വന്നേക്കണേ. ഇപ്പോൾ അരുൺ ചേട്ടൻ അതുപോലെ തന്നെ ഡോഗിനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പെർഫോമൻസൊക്കെ വരുന്നുണ്ട്. നല്ല കിടുക്കാച്ചി പെർഫോമൻസാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം അതിപ്പോൾ ഇതിൽ വരും. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറയണത് ഇപ്പോൾ ഡോഗിൻ്റെയൊക്കെ സൈസ് കണ്ടോ നിങ്ങൾ, ഹ്യൂജ് ഡോഗാണ്. ഇതെല്ലാം നല്ല ഹ്യൂജ് ഡോഗ്സാണ്. അപ്പോൾ അതിനൊക്കെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കഴിവ് കാര്യങ്ങൾ വേണം. ഇപ്പോൾ അതുപോലെ തന്നെ നിൽക്കണമെങ്കിലും അല്ലെങ്കിൽ ആ ദേഷ്യം, ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റോട്ട്വീലർ എപ്പോഴും ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഫയർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫേസ് ആയിരിക്കും ഭയങ്കര ബ്യൂട്ടിയാണ് ഇതിന്. അപ്പോൾ അത് ആ സ്റ്റാക്കിങ്ങിലൂടെ നിൽക്കണം കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റാക്കിങ്ങിലൊക്കെ നിൽക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഭയങ്കര ഫയറിൽ നിർത്തുമ്പോൾ ഭയങ്കര സുഖം കാണാൻ. ഇപ്പോൾ ഇതിൽ റൺ ചെയ്യിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നല്ല രീതിയിൽ ഇതിപ്പോൾ ഫസ്റ്റ് ഡോഗിൻ്റെ റണ്ണിങ് നോക്കിയത് നിങ്ങൾ, ഭയങ്കര ബ്യൂട്ടി അല്ലേ ഡോഗ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു ഷോയിൽ. ഈ ഒരു റിങ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിട്ട് ഡോഗ് പ്രസൻറ്റ് ചെയ്ത് ആ നിപ്പ് നോക്കിക്കോട്ടെ നിങ്ങൾ, എന്താ രസം കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഈ ഷോയിൽ തന്നെ വരണം, എന്നാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഒരാൾ വർത്തനാണെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ അന്ന് നോക്കി എന്താ ഭംഗി. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിന്ന് പോയി കുറേ നേരം. ഈ ഒരു ഡോഗിനെ നോക്കി തന്നെ നിന്നുപോയി. ബാക്കി എല്ലാ ഡോഗ്സും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, പക്ഷേ ഈ ഒരു ഡോഗ് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയൊരു ഡോഗാണ്. അതിൻ്റെ നിപ്പ് കണ്ട. അത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ കേട്ടോ. നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ചെയ്യണം ആ ഒരു ഡോഗിനെ കുറിച്ചിട്ട്. അതിന് കിട്ടുകയും ചെയ്യും. ആ ഒരു പ്രസൻറ്റേഷനിൽ അവർക്ക് കൊടുക്കാതെ പിന്നെ ആർക്ക് കൊടുക്കാനാണ്. ആ ജാതി പ്രസൻറ്റേഷനായിരുന്നു അവർക്ക്. അപ്പോൾ അത് ആ ഒരു റിങ്ങിൽ അതടിക്കുകയും ചെയ്യും. അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഈ ഒരു ഷോയിൽ വന്നതിൽ ഏറ്റവും മനസ്സിൽ കയറിയ ഒരു ഡോഗ്, ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഒരു ഡോഗായിരുന്നു. ഞാൻ ഫസ്റ്റ് കൊടുത്ത ഡോഗ്, അങ്ങനെ പറയാം. ഞാനായിട്ട് മാർക്കിട്ടിട്ട് ഫസ്റ്റ് കൊടുത്ത ഡോഗ് അതായിരിക്കുള്ളൂ ഈ ഒരു ഷോയിൽ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളിൽ അത് പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡ്ലറിൻ്റെ കഴിവുണ്ട് കേട്ടോ, ഓണേഴ്സിൻ്റെ ഒരു മിടുക്കുണ്ട്. കാരണം ഇവിടെ എല്ലാവരും കൂടി കൂടിച്ചേരുമ്പോഴൊരു ഡോഗിന് കൂടുതലും സപ്പോർട്ട് കിട്ടി അത് ഫസ്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്, അതിന് കൊടുക്കുന്ന കെയർ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൊടുത്താൽ മാത്രമാണ് ഒരു ഡോഗ് ഇവിടം വരെ എത്തുള്ളൂ. പിന്നെ അതന്ന് പ്രസൻറ്റ് ചെയ്യണം, അതും കൂടി ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് അതിന് ഫസ്റ്റ് കിട്ടിയതുകൊണ്ട്. അടുത്ത ബ്രീഡ് ബോക്സർ വരുന്നുണ്ട്. കണ്ടാൽ ഭീകരെന്ന് തോന്നുമെങ്കിലും പാവമാണ് കേട്ടോ ആൾക്കാർ. അപ്പോൾ എല്ലാവരും ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഭീകര രൂപം അല്ലെങ്കിൽ ആ ഹെഡ് ടൈപ്പൊക്കെ കാണുമെങ്കിലും പാവങ്ങളാണ്. പക്ഷെ ചിലവരുണ്ടാവും. ഇപ്പോൾ എല്ലാ ബ്രീഡിലും ഇതുപോലെ തന്നെ ഒരു കടിയന്മാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാൽ തന്നെ പൊതുവെ ബോക്സേഴ്സ് എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈൻഡുള്ള ഒരു ഡോഗാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഹ്യൂജ് കളക്ഷൻ ഈ പ്രാവശ്യം ബോക്സേഴ്സിലുണ്ടായിരുന്നു. അത്യാവശ്യം നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമ്പേഴ്സ് ഡോഗ്സ് ഈ പ്രാവശ്യത്തെ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു ബോക്സേഴ്സ്. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു 2 ഹാൻഡ്ലേഴ്സാണ് ഇപ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ദിലീപ്, പുള്ളി ബാംഗ്ലൂരാണ്. ഞാൻ നേരത്തെ പുള്ളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹാൻഡ്ലറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അബി ഉണ്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ. അബി ബോക്സറായിട്ടുണ്ട്.
അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അബിയാണ് എൻ്റെ ഡോഗിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഷോയിൽ. അപ്പോൾ ഷോർട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗിന് ചെയ്യുന്നുണ്ടെങ്കിൽ അബിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അബിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡോഗ്സ് കാര്യങ്ങൾ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അബിനായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിലിപ്പോൾ ഒരു 4-5 ഡോഗ്സ് ഉണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പ്രസൻറ്റേഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോഗ്സിൻ്റെ. അപ്പോൾ ആ ഡോഗ്സിന് എല്ലാത്തിനും നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പോൾ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡോഗ്സാണ്. അപ്പോൾ ഇതിൽ ചില സമയത്ത് ഇപ്പോൾ ജഡ്ജസിന് ഇഷ്ടമായ ഡോഗ്സിനെ അവർ ഫ്രണ്ടിൽ നിർത്തും. ഇപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിലോട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തും. അപ്പോൾ അതിലേക്കും കൂടുതലും കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ വിൻ ചെയ്യാൻ കൂടുതലും ചാൻസ് ഉള്ള ഡോഗ്സിനാണ് ഫ്രണ്ടിലോട്ട് നിർത്തുന്നത്. അപ്പോൾ ചില സമയത്ത് 2-3 ഡോഗ്സിനെയൊക്കെ മാറ്റിയൊക്കെ നിർത്താറുണ്ട്. ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രാവശ്യം പുള്ളിനെ തേർഡ് നിന്നിരുന്നത് സെക്കൻഡിലോട്ടാക്കി. ഇനി അത് ചിലപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റിലോട്ടാക്കാം. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താറുണ്ട്. അത് ഡോഗിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പുള്ളിക്ക് ആ ഒരു പ്രിഫറൻസ് കൊടുത്തെന്നുള്ള രീതിയിലാണത് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്കിംഗ് ഒക്കെ നല്ല കറക്റ്റ് പൊസിഷനിലാണ് കേട്ടോ എല്ലാ ഡോഗ്സിൻ്റെ. അത് നോക്കിയേ, ആ ബ്രിൻഡൽ കളറൊക്കെ നല്ല ഭംഗിയുള്ള ഡോഗ്സാണ്. അത് നേരിട്ട് നമ്മൾ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നല്ല ഭംഗിയുണ്ട് ഡോഗ്സിനെ കാണാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഷോയിൽ കാര്യങ്ങൾ വന്ന് കാണുക, എന്നാൽ മാത്രമാണ് കൂടുതലും ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ കണ്ടില്ലേ, രണ്ടാമത് ഒന്നും കൂടി നിർത്തിയതിനെ, അതിനെ സെക്കൻഡ് എന്നുള്ള ഫസ്റ്റ് പൊസിഷനിലോട്ട് കയറ്റി നിർത്തി. അപ്പോൾ ജഡ്ജിനെ ആ ഡോഗിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഫസ്റ്റ് റണ്ണിങ്ങിലോട്ട് അതിനെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിന്നിങ് ചാൻസ് കൂടുതലാണ് ആ ഡോഗിന്. ഫസ്റ്റ് കിട്ടാനുള്ള ചാൻസ് അതിനിപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ന് കാണണം കേട്ടോ. ഒരു ഷോ എങ്കിലും നേരിട്ട് വന്ന് കാണണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നേരത്തെ കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഡോഗിന് ഫസ്റ്റ് പൊസിഷനിലോട്ട് കിട്ടി. ഇതിലിപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ അതിലുണ്ടാവും ഇപ്പോൾ ഒരു റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഡോഗിനെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എറണാകുളം ഷോയിലാണെന്ന് തോന്നുന്നത്, എറണാകുളം ഷോയുടെ ഭാഗങ്ങൾ ഇട്ടപ്പെടാനിട്ടേക്കുന്നത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഊട്ടി ഷോയുടെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ അറിയിക്കണം കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു ബ്രീഡെന്ന് പറയുന്നത് കാനിക്കോർസോ. ഇപ്പോൾ ഈ പ്രാവശ്യം ഷോയിലെന്ന് പറയുന്നത് നമ്പേഴ്സ് കൂടുതലായിരുന്നു. കാനിക്കോർസോൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഓരോ ഷോയിലും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ നമ്പേഴ്സ് കൂടി വരുന്നത്. മറ്റേത് ഒരു 2-3 ഡോഗ്സൊക്കെ മാക്സിമം ഒരു ഷോയിൽ ചില സമയത്തൊക്കെ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഡോഗ്സ് കൂടുതലായിരുന്നു. ഇപ്പോൾ പല കാറ്റഗറിയിലായിട്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പപ്പി ക്ലാസ്, അതുപോലെ തന്നെ മെയിലിൻ്റെ ഉണ്ടായിരുന്നു, ഫീമെയിലിൻ്റെ, അതുപോലെ തന്നെ അഡൾട്ട് ഡോഗ് കാര്യങ്ങളുണ്ടായിരുന്നു, ചാമ്പ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എണ്ണം കൂടുതലായിരുന്നു ഈ പ്രാവശ്യം കേട്ടോ കാനിക്കോർസോൻ്റെ. അതിൽ നല്ല ഹ്യൂജ് ഡോഗ്സ് ഉണ്ട് കേട്ടോ. അന്ന് ഇപ്പോൾ ലാസ്റ്റ് വരുന്ന ഡോഗ്സൊക്കെ ഭയങ്കര ഹ്യൂജ് ഡോഗാണ്. അത് ഊട്ടി ഷോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഡോഗിൻ്റെ. പക്ഷേ ഭയങ്കര ഹ്യൂജ് ഡോഗാണ്. പക്ഷേ ഇതിൽ നല്ല കോമ്പാക്ട് സൈസ് ഒരു ഡോഗിനാണ് പ്രൈസ് കിട്ടുന്നത്. അതിപ്പോൾ ഓരോ ജഡ്ജസിൻ്റെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളനുസരിച്ചിട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് സുബീഷേട്ടനാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സുബീഷേട്ടൻ അറിയാൻ പറ്റിയിരിക്കും, സുബീഷേട്ടൻ തൃശ്ശൂരുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട് കേട്ടോ കാനിക്കോർസോ ബ്രീഡ്. കൂടുതലായിട്ട് ആൾക്കാർ അറിയുകയും അതുപോലെ തന്നെ കൂടുതലും ആൾക്കാർ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഷോയിൽ വരുമ്പോഴും അത് കൂടുതൽ എണ്ണത്തിലോട്ട് വരാനുള്ള ചാൻസ് കാണുന്നത്. ഇപ്പോൾ ഈ ഡോഗിനാണ് ഈ വരുന്ന ഡോഗിനാണ് ഫസ്റ്റ് അടിച്ചായിട്ടോ ഇല്ലേ. നല്ല അടിപൊളി പെർഫോമൻസ്, നല്ല റണ്ണിങ് ഒക്കെ ആയിരുന്നു ഡോഗിൻ്റെ. പറഞ്ഞിട്ട് എല്ലാം നല്ല കലക്കം പെർഫോമൻസ് ആയിരുന്നു. അടുത്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു ബ്രീഡെന്ന് പറയുന്നത് ഡോർമാനാണ്. നമ്മുടെ ഫേവറേറ്റ് ബ്രീഡാണ്, എൻ്റെ ഫേവറേറ്റ് ബ്രീഡാണ്. അപ്പോൾ അതിൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഡോഗ്സ് ഉണ്ടായിരുന്നു, നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഉണ്ടാകുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് കൂടുതലുണ്ടാവും ഡോർമാൻ.
അത്യാവശ്യം നല്ലൊരു എല്ലാവർക്കും ഫാൻ ബേസ് ഉള്ളൊരു ബ്രീഡും കൂടിയാണ് ഡോർമാൻ. അപ്പോൾ അതിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ ഡോഗ്സിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ബോഡി അനാട്ടമി ഉള്ള ഡോഗ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോഗിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊരു ക്വാളിറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയാൽ മാത്രമേ ഷോയിൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞത് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഡോർമാൻ്റെ കാര്യത്തിൽ കൂടുതലാണത്. ഇപ്പോൾ ഡോർമാൻ, അതുപോലെ തന്നെ ബോക്സേഴ്സ്, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ, ഇതൊക്കെ എണ്ണം കൂടുതലുണ്ടാവും ഷോയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും, ആ സ്റ്റാക്കിങ് ചെയ്ത് നിൽക്കുന്ന നിപ്പ് കണ്ടാലറിയാൻ പറ്റും എന്തോരം അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അതെന്തോരം പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇത് ഫീമെയിൽസാണല്ലോ, ഈ നിൽക്കുന്ന എല്ലാം ഫീമെയിൽസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ, ഫീമെയിൽസിൻ്റെ ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ജഡ്ജ് ഓരോ ഡോഗ്സിനായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ റണ്ണിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ റണ്ണിങ് കാര്യങ്ങൾ നോക്കാൻ, കാലിൻ്റെ കാര്യങ്ങളെല്ലാം, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ ഡോഗായിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ക്ലിയർ കട്ടായിട്ട് ഓരോ ഡോഗ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അതിനുള്ള ഒരു വിന്നിങ് ചാൻസ് കൂട്ടാനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സിംഗിളായിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കും. അത് കഴിഞ്ഞിട്ടാണ് ഗ്രൂപ്പായിട്ട് മൊത്തത്തിൽ എല്ലാ ഡോഗ്സിനെയും കൂടി ഓടിച്ച് നോക്കി അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റണ്ണ് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് നമ്മളിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തേക്കണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇതിപ്പോൾ മെയിൽ ഡോഗ്സിൻ്റെയാണ്. മെയിൽ ഡോഗ്സിൽ തന്നെ ചാമ്പ്യൻ ഡോഗ്സാണ് നിൽക്കുന്നത്. എല്ലാ ഡോഗ്സും ചാമ്പ്യൻസാണ്, ഇന്ത്യൻ ചാമ്പ്യൻസാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ BOBക്ക് വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹ്യൂജ് ഡോഗ്സ് ഉണ്ട്. നോർമലി നേരത്തെ കണ്ട ഡോഗ്സിനെയൊക്കെ അപേക്ഷിച്ചിട്ട് എല്ലാം നല്ല ഹ്യൂജായിട്ട്, എന്ന് വെച്ചാൽ അഡൽട്ട് ഡോഗാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 വയസ്സൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ഒരു മെച്യൂർഡ് കാര്യങ്ങളാവുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സൈസോ കാര്യങ്ങളെല്ലാം ഡോഗിനുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയായി, കുറച്ചും കൂടി ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിൽക്കുന്ന നോക്കിയേ, ആ ഒരു സ്റ്റാക്കിങ് നോക്കിയേ എല്ലാ ഡോഗ്സിൻ്റെയും, എന്താ ഭംഗി. ഇങ്ങനെ ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പെറ്റ്സ് അല്ലെങ്കിൽ നമ്മളൊരു ഡോഗ് ലവറോ ആണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം നിങ്ങൾ. എന്ന് വെച്ചാൽ ഒരു ദിവസം അതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങുക, എന്നിട്ട് അത് എല്ലാം കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ. എന്ന് വെച്ചാൽ എന്താ നടക്കുന്നത് കാര്യങ്ങൾ ചിലപ്പോൾ ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് ആ ഡോഗിനെ കണ്ടിട്ട് അതിന് ഒരു ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. 100% ആണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോഗിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഡോർമാനാണ് ഇഷ്ടമെങ്കിൽ ഡോർമാൻ്റെ നല്ല ക്വാളിറ്റി ഡോഗ്സിനെല്ലാം അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഡോഗിനെ കാണും. നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് വളർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അതുപോലത്തെ ഒരു ഡോഗ് ആകണം എന്നില്ല, മനസ്സിലായി. ഇതിൽ തന്നെ പല വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ഫാദറിനെയും മദറിനെയും കാണുക, എന്നിട്ട് പപ്പിനെ സെലക്ട് ചെയ്യുക, നേരിട്ട് കാണുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റോക്കാണ്. ഇപ്പോൾ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കൂടുതലും ചാൻസ് അതുപോലെ തന്നെ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇതിൽ കുറേ നേരം എടുത്തോട്ടോ ജഡ്ജ് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നല്ല പെർഫോമൻസാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആരെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരെയും ആ ഒരു ബോഡി അനാറ്റമിയൊക്കെ നല്ല കലക്കനായതുകൊണ്ട് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കി. അപ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഓടിച്ചു നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത് ജഡ്ജ്. അപ്പോൾ കുറേ നേരം അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇരുത്തി. അപ്പോൾ ഓരോ രീതിയിലും ചെയ്ത് ലാസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്ത്. അപ്പോൾ ആ മെയിലാണ് അതിൽ ഫസ്റ്റ് കയറിയേക്കണേ. അപ്പോൾ നല്ല മെയിലാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അടിപൊളി പെർഫോമൻസ് എല്ലാം അത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ റിങ്ങിൽ അതിനാണ് കിട്ടിയേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ 2 റിങ് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ. അപ്പോൾ 3 ജഡ്ജുണ്ട്. എന്ന് വെച്ചാൽ 250 ഡോഗിനേക്കാളും കൂടുതൽ ഡോഗ്സ് ഉള്ളതുകൊണ്ട് 3 ജഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ റിങ്ങിൽ, ആ ഒരു ജഡ്ജിൻ്റെ റിങ്ങിൽ ആ ഡോഗിനാണ് BOB കയറി. നമ്മൾ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇതെല്ലാം. പക്ഷേ ഇതുപോലെ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു 3-4 മാസം മുമ്പ് അതിൻ്റെ ട്രെയിനിങ് തുടങ്ങണം ശരിക്കും ഒരു ഡോഗിന്.
അപ്പോൾ അത് അവിടെ നിന്ന് എത്തി പപ്പി സ്റ്റേജ് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക്, അത് കഴിഞ്ഞ് അഡൽട്ടിൽ പ്രസൻറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ കോളും എന്ന് പറയണത് അത്രയും ഹാർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഓരോ ട്രെയിനേഴ്സ് അതിൻ്റെ പുറകിൽ തന്നെ നടന്ന് ചെയ്ത് ഡോഗിനെ അതുപോലെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ കിട്ടുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ അവർ കിട്ടുന്ന ഒരു ഹരമുണ്ട്, ശരിക്കും ഒരു ട്രേഡ് മാർക്ക്. അത് അനുഭവിക്കുന്നവർക്കറിയാം ആ ഒരു ഫീലിങ്സ് എന്താ രസമായിരിക്കും. ഇപ്പോൾ ഈ ഒരു റിങ്ങിൽ ഈ ഡോഗിനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ജഡ്ജിൻ്റെ അണ്ടറിലുണ്ടായിരുന്നതിന് ഈ ബാംഗ്ലൂർ ഡോഗാണത്.